കൂട്ടുകാരെ സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളൊരു മേക്കിംഗ് വീഡിയോ ആണ്. ഉഴുന്നുവട നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണല്ലോ. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിൻ്റെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഉഴുന്നുവട. ഇന്ന് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുവാനായിട്ട് പോവുകയാണ്. അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ഉഴുന്നുവടയ്ക്കായിട്ട് 2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് ഒരു 5 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഇത് വെള്ളം ഇല്ലാതെ ഒട്ടും വെള്ളം ഇല്ലാതെ നമുക്കിത് അരച്ചെടുക്കണം. മിക്സിയിൽ ഇത് അരയ്ക്കാനായിട്ട് പോവുകയാണ്. ഉഴുന്ന് നല്ല ടൈറ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതാണ് അരച്ചെടുത്തിരിക്കുന്നത്. എങ്കിലേ നമുക്ക് ഉഴുന്നുവട നന്നായിട്ട് ഉണ്ടാക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ കരിവേപ്പില ചെറുതായിട്ട് മുറിച്ച് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കുകയാണെങ്കിൽ ഉഴുന്നുവട നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇത് നല്ലതായിരിക്കും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉഴുന്നുവടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കൈ ഒന്ന് നന്നായിട്ട് നനയ്ക്കുക. എന്നിട്ട് ആ നനഞ്ഞ കൈ കൊണ്ട് വേണം, ഒരുപാട് വെള്ളം വേണ്ട, നനഞ്ഞ കൈ കൊണ്ട് നമുക്ക് ഉഴുന്നെടുക്കാം. ഉഴുന്ന് നമ്മൾ മിക്സിയിൽ അരച്ചിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി നല്ല ലൂസാണ്. ജസ്റ്റ് ഒന്ന് കയ്യിലിങ്ങനെ നോക്കാം. എന്നിട്ട് നടുക്ക് കുഴി കൊടുത്തിട്ട് അതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് നനക്കി കൊടുക്കുക. അപ്പോഴത്തേക്കിനത് മാറിക്കോളും. ഇതിൻ്റെ ഒരു സൈഡ് ഒരു അല്പം കളറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് വേഗം തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ടാൽ ഒരു നല്ല കളർ വരുന്നവരെ ഇടുക. അപ്പോഴത്തേക്കിനും ഉള്ളിൽ നന്നായിട്ട് ബോയിലായിക്കോളും. ഇപ്പോൾ ഉഴുന്നുവട നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ ഒരുപാട് കളറാവാതെ ഈ ഒരു കളറിൽ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കൂട്ടുകാരെ, ഉഴുന്നുവട കഴിച്ചു നോക്കാനായിട്ട് പോവുകയാണ്. നോക്കാം. നല്ല സോഫ്റ്റാണ്, വളരെ നല്ല സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുവട. നല്ല ടേസ്റ്റാണ്. ഉഴുന്നുവട നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമാണ്. കഴിക്കാൻ നല്ല സുഖമാണ്. ഒട്ടും കട്ടിയായിട്ടില്ല. പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.